വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ കുറേ നാളൊരു ചർച്ചയായിരുന്നു അണ്ടർ സർജറിയെ കുറിച്ച് പറയാനായിട്ട്. അപ്പം ഞാനത് പറയാമെന്ന് കരുതി. ഞാൻ അറിയുന്ന അറിവുകൾ പറഞ്ഞു തരാം. ഇത് പറയാൻ പാടോ ഇല്ലയോ എന്നറിയില്ല. പൊതുവെ നമ്മളൊരു ട്രാൻസ് സർജറി കഴിഞ്ഞവരടുത്ത് ഞാനും അന്വേഷിച്ചിട്ടുണ്ട്. അവരത് തുറന്ന് പറയുന്നില്ല. അതിന്റെ റീസൺ എന്താണ്, പറയാൻ പാടില്ല, പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് ഏതായാലും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമുക്ക് അണ്ടർ സർജറി എന്ന് പറയുമ്പോൾ 3 ടൈപ്പിലാണ് ചെയ്യാറ്. ഒന്നെന്ന് പറയണത് ഷേപ്പ് സർജറി. അതിൽ നമ്മൾ വോൾവോപ്ലാസ്റ്റി എന്നാണ് പറയാറ്. ഗൂഗിളിൽ അടിച്ചു നോക്കാം. അതായത് വോൾവോപ്ലാസ്റ്റി, വജൈനോപ്ലാസ്റ്റി, കൊളോണോപ്ലാസ്റ്റി. വോൾവോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് സർജറി. വജൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് SRS സർജറി തന്നെയാണ് വജൈന പ്ലാസ്റ്റി എന്ന് പറയുന്നത്. കൊളോണോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കുടൽ വെച്ച് ചെയ്യുന്നതാണ് കൊളോണോപ്ലാസ്റ്റി. അങ്ങനെ 3 തരത്തിലാണ് സർജറീസ് ഉള്ളത്. ഇപ്പോ വോൾവോപ്ലാസ്റ്റി അതായത് ഷേപ്പ് സർജറി എന്ന് പറയുന്നത് നമുക്ക് യൂറിൻ പോവാനായിട്ടുള്ള ഒരു പാർട്ടും പിന്നെ ആ താഴത്തെ സെക്സ് ചെയ്യുന്ന വജൈന എന്ന് പറയുന്നത് ഷേപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹോൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു സ്ത്രീലിംഗത്തിന്റെ ഷേപ്പ് മാത്രം കൊണ്ടുവരുന്ന ഒരു സർജറിയാണ് വോൾവോപ്ലാസ്റ്റി, അതായത് ഷേപ്പ് സർജറി. അതായത് നമ്മളുടെ പെനിസും ഗോണോഡ്സും കട്ട് ചെയ്തിട്ട്, അതായത് പെനിസ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യില്ല, പെനിസിന്റെ ഞരമ്പുകൾ മാത്രം കട്ട് ചെയ്യും. ആ ഫ്രണ്ടിലുള്ള ഗ്ലാൻഡ് ആണ് നമ്മളുടെ ക്ലിറ്റോറിസ് ആയിട്ട് ലേഡീസിനെ പോലെ വെക്കുന്നത്. അതിലൂടെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പം പൊതുവെ ബോയായുള്ള സമയത്ത് ബീജം വരുന്നതൊക്കെ ആ ഒരു യൂറിൻ പോണതും ബീജം വരുന്നതൊക്കെ നമുക്ക് ഒരു കുഴലിലൂടെ തന്നെയാണ്. അപ്പൊ ആ മസിൽസ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് ആ ഗ്ലാൻഡ് മാത്രം ആ യൂറിന്റെ പോർഷനിൽ വെക്കും. അപ്പോൾ സ്ത്രീകളുടേതുപോലെ ഒരു ക്ലിറ്റോറിസ് ആയിട്ട് മാറും. ആ പെനിസിന്റെ ഗ്ലാൻഡ് ആണ് ക്ലിറ്റോറിസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുന്നത്. ആ മസിൽസ് മാത്രം റിമൂവ് ചെയ്ത് കളയും. അതുപോലെ താഴെയുള്ള ബോൺസിനെ നമ്മൾ ഗൊണോഡ്സ് എന്നാണ് പറയാറ്, അതും റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഈ മോളിലാണ് യൂറിന്റെ പോർഷൻ, അത് ആ ഗ്ലാൻഡ് ക്ലിറ്റോറിസ് ആയിട്ട് വെക്കും. അതിന്റെ താഴെയാണ് സെക്സ് ചെയ്യുന്ന പാർട്ട്. ഇവിടെ നമുക്കൊരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്ത്രീകളുടെ ലിംഗത്തിന്റെ അതായത് വജൈനയുടെ ഒരു ഷേപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൂടെ നമുക്ക് സെക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സേഫ് സർജറിയാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ യൂറിൻ പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്യുന്ന അത്രയും മെയിൻ്റെനൻസ് മതി, നമുക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടി വരില്ല. നോർമലി യൂറിൻ പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്യാം. അപ്പോൾ ഷേപ്പ് സർജറിയാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത്. ഷേപ്പ് സർജറി തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇപ്പൊ സെക്സിനോടൊന്നും താല്പര്യമില്ല, നമ്മളുടെ ശരീരം പെണ്ണിൻ്റെതാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഷേപ്പ് സർജറി ചെയ്യുന്നത്. ഇപ്പൊ ഷേപ്പ് സർജറിയിൽ തന്നെ 2 തരത്തിൽ ചെയ്യും. ചില വ്യക്തികൾ താഴത്തെ ഗൊണോഡ്സ് മാത്രം കളഞ്ഞിട്ട് മുകളിലത്തെ പെനിസ് കളയാതെ വെക്കും, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതിലെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഗൊണോഡ്സ് മാത്രം കളയുമ്പോൾ നമുക്ക് ബോഡിയിൽ ഫുള്ള് ഫെമിനിൻ ബോഡി ലാംഗ്വേജ് വരും. അതായത് ഗൊണോഡ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ആണ്, അത് മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ആണ്. അപ്പൊ അത് മുറിച്ച് കളയുന്ന സമയത്ത് നമുക്ക് മെയിൽ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബോഡിയിലെ ഹെയർ ഒക്കെ കുറയും. നമുക്ക് ഓൾറെഡി ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഗ്രോത്തിങ് കുറയും, പക്ഷെ ഗൊണോഡ്സ് കളയുന്ന സമയത്താണ് നമുക്ക് ഹെയർ ഒക്കെ നല്ലോണം കുറയുക. ആ സമയത്തൊക്കെ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്തിങ് കുറയും. അപ്പൊ ബോഡി നല്ലോണം സോഫ്റ്റ് ആവും, ബോഡി ഒടയാന്ന് പറയും. നമ്മളുടെ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നല്ലോണം ഒടയും. അപ്പോൾ ഈ ഒരു ഗൊണോഡ്സ് മാത്രം റിമൂവ് ചെയ്യുന്നവർക്ക് ആ പെനിസ് കുറെ നാൾ കഴിയുമ്പോൾ നല്ലോണം ചുരുങ്ങിപ്പോകും. അപ്പൊ രണ്ടാമത് റീസർജറി SRS ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ലെങ്ത് തികയാതെ പോകും. അപ്പൊ അങ്ങനെയുള്ള അനുഭവം ഉള്ളവരുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ പൂർണ്ണമായിട്ടും ലേഡീസിന്റെ ഷേപ്പ് ആക്കുന്നവരും ഉണ്ട്. അവർക്ക് നീ പറഞ്ഞതുപോലെ ബോഡി നല്ലോണം ഫെമിനിൻ ആവും, ബോഡി ഒടയാന്ന് പറയും, നല്ലോണം ബോഡി സോഫ്റ്റ് ആവും. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് ഡെവലപ്മെന്റ്സ് വരും. ബോഡിയിൽ ഫുൾ ഫെമിനിൻ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രവർത്തിക്കും, വേഗം എഫക്റ്റ് ആവും. പ്രൊജനോവിയൊക്കെ കഴിക്കുമ്പോൾ ഹോർമോൺ എടുത്തിട്ട് സർജറി ചെയ്യാതെ കഴിക്കുമ്പോൾ എത്രയാണ് എഫക്റ്റ് ആവുന്നത് അതിന് 2 ഇരട്ടി എഫക്റ്റ് ആയിരിക്കും സർജറി ചെയ്തിട്ട് ഹോർമോൺ എടുക്കുമ്പോൾ. അപ്പൊ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൾഡാക്ടന്റെ മെഡിസിന്റെ ആവശ്യമില്ല, പ്രൊജനോവ മാത്രം കഴിച്ചാൽ മതി, ഫീമെയിൽ ഹോർമോൺസ് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫേസ് ഫുള്ളായിട്ട് മാറും, ഫെമിനിൻ ആവും, ബോഡി ഫെമിനിൻ ആവും, ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സ് വരും, ബട്ടക്സ് ഡെവലപ്പ്. ഹോർമോൺ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നോ അതിന്റെ 2 ഇരട്ടി എഫക്റ്റ്
നമ്മളുടെ ശരീരത്തുണ്ടാകും. ബോഡി നല്ലോണം സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് മാനസികപരമായിട്ടൊരു സന്തോഷം ഉണ്ടാകും. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് സ്ത്രീ ആയി എന്ന് നമുക്കൊരു സന്തോഷം വരും. അപ്പൊ ചിലവർക്ക് സ്വന്തം ലിംഗം നമ്മളുടെ ബോഡിയിൽ കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും, അവർക്കത് കംഫർട്ടബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവര് ഈ ഒരു ഷേപ്പ് സർജറി തിരഞ്ഞെടുക്കും. അവർ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർജറി എന്ന് പറയുമ്പോൾ SRS സർജറിയാണ്. അതിന് നമ്മൾ വജൈനോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് നമ്മളുടെ ലിംഗത്തിന്റെ ആ പെനിസ്, നമ്മളുടെ നീളമായിട്ടുള്ള സ്ഥലമാണ് പെനിസ് എന്ന് പറയും. അതിലെ ഉള്ളിലുള്ള മസിൽസ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് ആ ഗ്ലാൻഡും ആ ട്യൂബും ഉണ്ടാവും. അത് ഉള്ളിലോട്ട്, അത് മാത്രം സെപ്പറേറ്റ് ഉള്ളിലോട്ട് എടുത്തിട്ട്, ഇപ്പൊ ഇവിടെയാണ് ക്ലിറ്റ് ഉണ്ടാവുക സ്ത്രീകൾക്ക്, അതുപോലെ ഈ ഒരു ഭാഗത്ത് ആ ഗ്ലാൻഡ് വെക്കും. ഷേപ്പ് സർജറി അങ്ങനെ തന്നെയാണ്, ഗ്ലാൻഡ് വെക്കും. ഗ്ലാൻഡ് പുറത്ത് ക്ലിറ്റ് പോലെ ചെറുതായിട്ടേ കാണുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങൾ ഉള്ളിലോട്ടായിരിക്കും. പിന്നെ ആ ലെങ്ത് ആയിട്ടുള്ള ആ സ്കിന്ന് മാത്രം അത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ആ എൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട്, അത് എവിടെയാ കെട്ടിവെക്കണം എന്നറിയില്ല, ബാക്കില് നട്ടലിലാണോ, നട്ടലിന്റെ എൻഡ് ഉണ്ടല്ലോ അവിടെയാണോ, അതോ അവിടെ എവിടെയാണോ അത് കെട്ടിവെക്കാറ്, അത് വലിച്ച് കെട്ടിവെക്കുക. അപ്പൊ ഈ നമ്മളുടെ പെനിസ് ആണ് ഈ വജൈനയായിട്ട്, പെനിസ് നമ്മൾ ഇൻവേർട്ട് ചെയ്യുമ്പോൾ വജൈന പോലെ ഒരു ഹോളായിട്ട് മാറും. ആ പെനിസിനെയാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ടാണ് വജൈനയാക്കണത്. അപ്പൊ അതിന്റെ അറ്റം എന്ന് പറയുന്നത് ആ ഭാഗത്ത് കെട്ടിവെക്കും. അതെന്ന് പറയുമ്പോൾ അത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, നമ്മൾ ഈ പറയുന്ന പോലെ കെട്ടിവെക്കലല്ല, അത് വലിച്ചവിടെ കെട്ടിവെക്കും. അപ്പൊ ഇത് ഹോള് സെക്സ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവും. വജൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ക്ലിറ്റോറിസും ഉണ്ടാവും, പിന്നെ എന്ന് പറയുന്നത് വജൈന ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ നമുക്ക് സെക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പെനിസ് ആണ് നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് ഹോളാക്കി മാറ്റുന്നത് റിവേഴ്സിൽ. അപ്പോൾ ഈ പെനിസ് എന്ന് പറയുമ്പോൾ ലെങ്ത് കുറവുള്ളവർക്ക് ഹോള് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വിവാഹ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു SRS സർജറിയാണ് ചെയ്യാറ്. അപ്പോൾ സെക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ പെനിസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഈ വിരലിലുള്ള സ്കിൻ എങ്ങനെയാണ്, അപ്പോൾ കുറച്ച് എലാസ്റ്റിക് പോലെ തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണ സ്ത്രീകളുടെ അത്രയും എലാസ്റ്റിക് ആയിരിക്കില്ല, അവർക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ചെറിയ തോതിൽ മാത്രം, നല്ല ടൈറ്റ് ആയിരിക്കും. പക്ഷെ ടൈറ്റായി ഇരിക്കുന്ന സമയത്ത് പുരുഷന്മാർക്ക് അത് കൂടുതലായിട്ട് സുഖം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് പ്രസവിച്ചു കഴിഞ്ഞ് വജൈന ലൂസ് ആവും. അപ്പൊ പുരുഷന്മാർക്ക് സെക്ഷലി സാറ്റിസ്ഫൈഡ് ആവുന്നത് സ്ത്രീകളെക്കാളും ട്രാൻസിലാണെന്ന് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈറ്റ് പോർഷൻ ആയതുകൊണ്ടായിരിക്കും അവർക്ക് എന്നും ആ ഒരു ടൈറ്റ്നെസ് ഉണ്ടാവും. അഥവാ വികസിക്കുകയാണെങ്കിൽ കൂടെ ചെറിയ തോതിൽ, നമ്മളുടെ സ്കിന്ന് വലിയുന്ന അത്രയും, ഇപ്പൊ നമ്മളുടെ കൈ വലിയുന്ന അത്രയും ആ ഒരു സ്കിന്ന് അത്രയ്ക്കേ വലിയുള്ളൂ. അപ്പോൾ നമ്മളുടെ പെനിസ് തന്നെയാണ് അത് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് സെക്സ് ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ട് വരുന്നത്. പിന്നെ കൊളോണോപ്ലാസ്റ്റി എന്ന് പറയണത്, ഇപ്പൊ SRS സർജറി ചെയ്യുന്ന സമയത്ത് എല്ലാ ട്രാൻസ് വുമൺസിനും പെനിസിന്റെ ലെങ്ത് ഉണ്ടാവണമെന്നില്ല, ചിലവർക്ക് ലെങ്ത് കുറവും കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പൊ നല്ലോണം ലെങ്ത് ഉള്ളവർക്ക് അത് മതിയാവും. ലെങ്ത് കുറഞ്ഞവർ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് സർജറി ചെയ്യുന്നവരാണ് കൊളോണോപ്ലാസ്റ്റി ചെയ്യുന്നത്. കൊളോണോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ചെറുകുടലാണോ വൻകുടലാണോ കൃത്യമായിട്ട് അറിയില്ല, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ SRS സർജറി ചെയ്യുന്ന പോലെ തന്നെ ആ സ്കിന്നിന്റെ ബാലൻസ് പോർഷൻ ഈ ഒരു കുടല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ലെങ്ത് കൂട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു കുടൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വെറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൽ അഡ്വാൻസ് ആയിട്ട് സിലിക്കൺ ഒക്കെ വെക്കുന്നുണ്ട്, ആ ഒരു വജൈനയിൽ സിലിക്കൺ ഒക്കെ വെച്ച് സർജറി ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ സാധാരണ SRS സർജറി ചെയ്തിട്ട് സെക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സുഖവും അഡ്വാൻസും ആയിരിക്കും, ഒരു ഫീലിങ്സും കൂടുതൽ കിട്ടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് കൊളോണോപ്ലാസ്റ്റി. പിന്നെ ഈ കൊളോണോപ്ലാസ്റ്റിയാണ് നമ്മളുടെ അനന്യ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിനുശേഷം ഒരു തമിഴ്നാട്ടിൽ എനിക്കൊരു ചേച്ചി ഉണ്ട്, അവർ അത്യാവശ്യം ഫേമസ് ആണ്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ കൊളോണോപ്ലാസ്റ്റി നിലവിലില്ല എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ അവരുടെ അറിവുകളാണ് അവർ പറയുന്നത്, ഏതൊക്കെയാണ് ശരിയെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊളോണോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് പോകരുത്, കാരണം ബാക്കിയുള്ള സർജറികളൊക്കെ അത്യാവശ്യം കുറെ പേര് ചെയ്ത് പ്രാക്ടീസ് ആയവരാണ്. അപ്പൊ കൊളോണോപ്ലാസ്റ്റി ചെയ്ത് ശരീരം കേടുവരുത്തത്. പിന്നെന്ന് പറയുകയാണെങ്കിൽ അത്രയും അഡ്വാൻസ് സർജറി ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് കുറച്ചുകൂടെ നല്ലത്, ഒരു അണ്ടർ സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ.
പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സർജറിയുടെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഷേപ്പ് സർജറിക്ക് വന്നിട്ട് 30,000 മുതൽ 50,000 രൂപ വരെയാണ്. ഞാൻ അന്വേഷിക്കുന്ന കാലഘട്ടത്തിലെ എമൗണ്ട് ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 38-50 അപ്പൊ നമുക്ക് ചെലവുകളൊക്കെ കൂടെ, പൂജാ കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെലവുകളൊക്കെ കൂടെ ഒരു 1 ലക്ഷം കയ്യിൽ വെക്കണം. ഇനിയിപ്പോ SRS സർജറി ആണെങ്കിൽ ചില സ്ഥലത്ത് 140, 160 വരെ പറയുന്നുണ്ട്. ഏകദേശം 2 കൂട്ടാം. അപ്പൊ പൂജയും അല്ലെങ്കിൽ റെസ്റ്റും കാര്യങ്ങളും വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ സർജറി ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് കൊണ്ട് സർജറിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റീസർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് എമൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഒരു 3 ലക്ഷം കയ്യിൽ വെക്കാം. ഇനി കൊളോണോപ്ലാസ്റ്റി ആണെന്നുണ്ടെങ്കിൽ അത് 3 ലക്ഷം രൂപ തന്നെ കയ്യിൽ വരും. ഒരു 5 ലക്ഷമെങ്കിലും കയ്യിൽ വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് പോവുക. മാക്സിമം കൊളോണോപ്ലാസ്റ്റി ആരും ചെയ്യരുത്, എന്റെ അഭിപ്രായമാണ്. ഇനിയിപ്പോൾ അത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാം. പിന്നെ ഇതിൽ ഞാനൊരു ഇൻഫർമേഷൻ കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഒരു ചേച്ചി അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ലേ, അവര് തമിഴ്നാട് ചെന്നൈയിലാണ് താമസം, റെയിൽവേയിലാണ് ജോലി, ട്രാൻസ്വുമൺ ആണ്, ഫാമിലിന്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അവര് സർജറി ചെയ്തത് ഷേപ്പ് സർജറിയാണ്. അവര് ഹെൽത്തി ആണ്. അവർ ചെയ്തത് തമിഴ്നാട് മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഷേപ്പ് സർജറിക്ക് 30,000 രൂപയുള്ളൂ. അതായത് തമിഴ്നാടിന്റെ ഗവൺമെന്റിന്റെ പാക്കേജ് ആണ്. നമുക്കും അവിടെ പോയി ചെയ്യാമെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ SRS സർജറിക്കാണെങ്കിൽ 30,000 രൂപയുള്ളൂ. അപ്പൊ ഞാൻ ഇതവിടെ പറയുന്നത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. പക്ഷെ അവിടെ പോയിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് പോയി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാനിത് ആരുടെ അധികം പറയാറില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം ഞാൻ ഇത് പറയും, ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ സർജറി ചെയ്യാൻ പോയത്, എനിക്ക് പ്രശ്നമായി എന്ന് പറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അവിടെ ഗവൺമെന്റ് ബാലൻസ് കൊടുക്കും, 30,000 രൂപ മാത്രമേ നമുക്ക് കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അവരവിടെ ചെയ്തിട്ട് ഹെൽത്തിയാണ്, അവർ ഷേപ്പ് സർജറിയാണ് ചെയ്തത്. SRS സർജറിക്ക് അത്രയേ ഉള്ളൂ. ഞാനും അന്ന് അവിടെയൊക്കെ ചെയ്യണമെന്ന് കരുതി. പിന്നെ എൻ്റെ ഒരു പേടി, കാരണം നമ്മളുടെ നാട്ടിലുള്ളവർ ചെയ്ത സ്ഥലത്ത് തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. ഒരുപക്ഷെ അവര് എനിക്ക് ഫ്രണ്ടാണ്, എന്നിരുന്നാലും എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങളുടെ റിസർച്ചിലൂടെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചെയ്യരുത്. പിന്നെ യൂട്യൂബില് എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടുന്നില്ല. ഒന്നാമത് വീട്ടില് അച്ഛൻ കുട്ടിയുള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല. അച്ഛനെനിക്ക് വീഡിയോ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അവരെ കാണാതെയാണ് വീഡിയോ എടുക്കുന്നത്. കുട്ടിയുള്ള സമയത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതുപോലെ ഞാൻ വിഗ് വെക്കുമ്പോൾ അവളത് കാത്തിരിക്കും. അപ്പൊ ഇന്ന് അവൾക്ക് ഞാൻ വിഗ് കൊടുത്തിട്ടാണ് ഇവിടെ ഇരുത്തിരിക്കുന്നത്. സ്കൂള് പൂട്ടി, അതായത് മഴ ആയതുകൊണ്ട് സ്കൂള് കുറച്ച് ദിവസം തുറന്നില്ല. അപ്പൊ അതുകൊണ്ട് അവള് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനേ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെ കൊടുത്തിരുത്തി. പിന്നെ TV ഓടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്കത് ഡിസ്റ്റർബ് ആവുമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് സപ്പോർട്ടല്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന്. ചേച്ചിയും ആണെങ്കിലും വലിയ സപ്പോർട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഡിലേ ആവുന്നത്. ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടില്ല. ഞാൻ ടൈം കിട്ടുമ്പോൾ ഷൂട്ട് ചെയ്യും. ജോലിയുടെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പൊ എൻ്റെ 7 മണിക്കാണ് എന്തായാലും യൂട്യൂബിലെ വീഡിയോസ് വരാറ്. ചില ദിവസങ്ങളിൽ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. പിന്നെ ഇന്ന് മുടി ഇല്ലാതെ വന്നത്, ഒന്ന് ഈ ഒരു മുടിയിൽ കാണാനാണ് ഇഷ്ടം. പിന്നെ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഈ മുടി കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് ഞാൻ വിഗ് കൊടുത്തു അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറെ പേർക്ക് ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം, കുറെ പേർക്ക് അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരാൾ പറയുമ്പോൾ അങ്ങനെ വരും, ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഒരാൾ മെയിൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, തെറ്റായി എടുക്കരുത് സുഹൃത്തെ, സംശയമാണ്, സാധിക്കുമെങ്കിൽ വ്യക്തമായി ഒരു മറുപടി നൽകാമോ? സപ്പോസ് ഒരാള് സെക്ഷൽ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തു, അതുപോലെ ഹോർമോൺ തെറാപ്പി ഒക്കെ ചെയ്തു, ദേഹത്തിന് പരമാവധി സ്ത്രീ ലക്ഷണങ്ങൾ നൽകി, നിലവിൽ മെയിൽ ജനറ്റേൽ പാർട്ട് കട്ട് ചെയ്ത് അവിടെ ചർമ്മം ഉള്ളിലേക്ക് വെച്ചാണോ ആണല്ലോ വജൈന കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻ കേസ് റീകൺസ്ട്രക്ഷൻ ചെയ്ത അവയവത്തിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഫീൽ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. അപ്പോ ഫീലിങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഗൊണോഡ്സ് റിമൂവ് ചെയ്ത് കളയാം. നമ്മൾ സർജറിക്ക് മുമ്പ് സ്വയംഭോഗം ചെയ്യാനൊക്കെ പറ്റും. സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ശാരീരികപരമായിട്ട് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ മാനസികപരമായിട്ട് നമുക്ക്
ഒരു പുരുഷൻ ഇങ്ങോട്ട് ചെയ്തു തരുന്നതാണ് താല്പര്യം. അപ്പൊ നമ്മളുടെ ലിംഗം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് 50% മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതായത് ശാരീരികപരമായിട്ട് 100%, മാനസികപരമായിട്ട് ഒരു 50% മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ സർജറിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ആ ഗോണോഡ്സ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് സ്പേം ഒന്നും വരില്ല. സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോണോഡ്സ് ആണ്. അപ്പൊ അത് മുറിച്ചു കളയും. പിന്നെ നമ്മളുടെ ഗ്ലാൻഡും ഒരു ട്യൂബും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലൂടെയാണ് വെച്ചിട്ടുണ്ടാവുക ക്ലിറ്റോറിസ്. അപ്പൊ ക്ലിറ്റോറിസിൽ നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സെക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ലിക്വിഡ് പോലെ ഒരു ഫ്ലൂയിഡ് വരും. അപ്പൊ ആ ഫ്ലൂയിഡ് സർജറിക്ക് ശേഷം വരും. അത് ഗോണോഡ്സ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സ്പേം വരില്ല, ആ ഫ്ലൂയിഡ് വരും. അപ്പൊ ഇവിടെയാണ് ആ ഗോണോഡ്സ് ഇവിടെയാണ് ആ ഗ്ലാൻഡ് ക്ലിറ്റോറിസ് ആയിട്ട് വെക്കുക. അപ്പൊ അതിന്ന് വൈറ്റ് കളറിലുള്ള ആ ഫ്ലൂയിഡ് വരും. ഒരു പൊതുവെ പുരുഷന്മാർക്ക് സെക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വൈറ്റ് കളറിലെ ഫ്ലൂയിഡ് വരും, വെള്ളം പോലെ, ഗമ്മ പോലെ. അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ തന്നെയാണ്. സെക്സ് ചെയ്യുന്ന സമയത്ത് വജൈനിൽ പുരുഷന്റെ ലിംഗം വജൈനിൽ തട്ടുമ്പോൾ സ്ത്രീകളുടെ ലിംഗത്തിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ഈ പുരുഷന്റെ ലിംഗം തട്ടുന്ന സമയത്ത് ചുറ്റുഭാഗങ്ങളിൽ നിന്നും ഉമിനീര് പോലെ ഫ്ലൂയിഡ് വരും. അതേപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് സെക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഫ്ലൂയിഡ് വരും. അതെന്ന് പറയണം ആ വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീലിംഗത്തിലോട്ട് വെക്കുന്ന സമയത്ത് ഈസി ആയിട്ട് കയറുള്ളൂ. അപ്പൊ ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ ഒരു രണ്ടുപേർക്കും ആ ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിൽ സ്ത്രീലിംഗവും പുരുഷലിംഗവും തമ്മിൽ പൊട്ടാതിരിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളൊരു കഴിവാണ്. ചിലവർക്ക് ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ലൂബ്രിക്കേഷൻ എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ഈ ഗ്ലാൻഡിലുണ്ടാവും. സർജറിക്ക് ശേഷം ഈ ഗ്ലാൻഡിലൂടെയാണ് ആ ഫ്ലൂയിഡ് വരിക. ആ ഫ്ലൂയിഡ് താഴോട്ട് വന്നിട്ട് ഇപ്പോൾ SRS സർജറി ചെയ്തവരാണെങ്കിൽ ഇത് ഒഴുകി ഈ ഒരു ഹോളിലോട്ട് വീഴും. അപ്പൊ പുരുഷന്മാരെ സെക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പൊ പുരുഷന്മാരുടെ ലിംഗം കയറുന്ന സമയത്ത് ഒരു ഫീൽ ഉണ്ടാവും, നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഫീൽ ഉണ്ടാവും. അതായത് നമ്മൾ മാനസികപരമായിട്ട് 100% നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അതായത് പണ്ടെന്ന് പറയുമ്പോൾ ആണിന്റെ ലിംഗമാകുമ്പോൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഫീലിങ്സ് ഉണ്ടാവുക, മാനസികപരമായിട്ട് 50% ഉണ്ടാവണം. ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ മാനസികപരമായിട്ട് 100% നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ശാരീരികപരമായിട്ട് നമുക്ക് ബീജം പ്രൊഡ്യൂസ് ആവാത്തതുകൊണ്ട് 50% മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും പഴയ ലൈഫിനേക്കാളും നമ്മളുടെ മെന്റലി, നമുക്ക് മനസ്സാണല്ലോ എല്ലാം, മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷെ സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ വികസിക്കുന്ന പോലെ ലൂബ്രിക്കേഷൻ വരുന്ന പോലെ ഈ ഒരു സർജറി ചെയ്ത പാട്ട് ഉണ്ടാവില്ല. സ്ത്രീകളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസിനെക്കാളും ആ ഒരു സുഖം ഇവർക്കായിരിക്കും കിട്ടുക. പക്ഷെ പുരുഷന്മാർക്ക് ഈ ഒരു ട്രാൻസിനെ സെക്സ് ചെയ്യുന്ന ഒരു പുരുഷന് സ്ത്രീയെ സെക്സ് ചെയ്യുന്നതിലും കൂടുതൽ സുഖം കിട്ടും. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് കൂടുതൽ സുഖം കൊടുക്കാൻ പറ്റും. നമ്മളുടെ സെൽഫായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മറ്റുള്ളവരെ കമ്പയർ ചെയ്താൽ നമ്മളെ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കാരണം നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു പുരുഷന്റെ ലിംഗം ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു പുരുഷന്റെ ലിംഗം കൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവർ ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആവും. അതിപ്പോ ബ്രസ്റ്റ് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു തരം സാറ്റിസ്ഫൈഡ് ഉണ്ടാവും, ഹോർമോൺ വരുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവും. പിന്നെ ഇത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്കാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇത് പറയാൻ പാടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ കുറെ പേരുടെ ഡൗട്ടാണ്, ഒരു ട്രാൻസിനും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. പിന്നെ എല്ലാം കൊണ്ടും ഞാൻ പറയുകയാണെങ്കിൽ സർജറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ചെയ്താൽ മതി. എല്ലാവരും പോയി അണ്ടർ സർജറി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ചെലവുകൾ, ഹെൽത്ത് ഇഷ്യൂസ്, യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരാം. എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ യൂറിൻ പോകുന്ന സമയത്ത് മൂത്രം നേരെ പോകുന്നില്ല, സർജറി ആവശ്യമുണ്ട്, വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുപോലെ ചിലവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ് എന്ന് പറയുന്നവരുണ്ട്. പലരുടെയും അനുഭവങ്ങൾ വേറെയാണ്. പിന്നെ നമ്മളൊക്കെ സാധാരണ കുടുംബം, നമ്മളുടെ ഒട്ടുമിക്ക ട്രാൻസ് കുടുംബങ്ങളും സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന വീട്ടിലെ മിഡിൽ ക്ലാസ് ഫാമിലീസ് ആണ്. അപ്പൊ നിങ്ങൾ ഉള്ള കാശ് സേവ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. നല്ല ഫുഡ് കഴിക്കുക, യാത്രകൾ ചെയ്യുക, കുറെ കരിയർ അച്ചീവ് ചെയ്യുക. ഈ അണ്ടർ സർജറിയിലൊന്നും കാര്യമില്ല. നിങ്ങളൊരു പെണ്ണാണെങ്കിൽ പെണ്ണായി ജീവിക്കാം. അതിന് അണ്ടർ സർജറി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല.
പിന്നെ നിങ്ങളുടെ മനസ്സിൽ കോൺഫിഡന്റ് എന്താണോ വരുന്നത് ഒന്ന് ചെയ്യാം. ചിലവർക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും, അപ്പം ചെയ്യാം. അപ്പൊ ഞാൻ എനിക്കറിഞ്ഞ എല്ലാ അറിവുകളും പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.